ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ ആദ്യം നമുക്ക് എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ബുക്കും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. നമ്മുടെ എക്സാം ബുക്ക് മാത്രം എടുത്ത് നിങ്ങൾ ടേബിളിൽ വയ്ക്കുക. ഓക്കെ, പിന്നെ അത് എഴുതാൻ ഒരു പേന വേണം, ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ മാർക്ക് ഇടാൻ വേറൊരു റെഡ് പേന വേണം. അതിപ്പോൾ തൊട്ടടുത്ത് എടുത്ത് വെച്ചേക്കാം, നമുക്ക് അത് എക്സാം കഴിഞ്ഞതിന് ശേഷം മാർക്ക് ഇടാനുണ്ട്. ഓക്കെ, അപ്പോൾ പാരൻസിനെയൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ക്യാമറ അറേഞ്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാമല്ലോ സാർ? യെസ്, അപ്പോൾ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കാം. എസ്റ്റിമേറ്റ് പോവർട്ടി ലൈൻ ഇൻ ദ ബേസ് ഓഫ് ദ ജയിൽ കോസ്റ്റ് ലിവിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജയിൽ കോസ്റ്റ് ലിവിങ് നോക്കിയിട്ട് നമ്മൾ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്ത ആ വ്യക്തി ആരാണ്, അദ്ദേഹത്തിൻ്റെ പേരെഴുതുക, 1 മാർക്ക്. വൈ ദ മിനിമം കാലോറി ഇൻടേക്ക് പെർ പേഴ്സൺ പെർ ഡേ മോർ ഇൻ റൂറൽ ഏരിയ ദാൻ ദ അർബൻ ഏരിയ. അതായത് വൈ ഈസ് ദ മിനിമം കാലോറി ഇൻടേക്ക്, ഒരു ദിവസത്തിൽ കലോറി കൂടുതലായിട്ട് വരുന്നത് അത് റൂറൽ ഏരിയയിലാണ് അർബൻ ഏരിയനേക്കാൾ, അതെന്തുകൊണ്ടാണ്? അടുത്തത് മെൻഷൻ ദ കാറ്റഗറീസ് ഓഫ് പുവർ, അതായത് ദരിദ്രരായിട്ടുള്ളവരുടെ വിഭാഗങ്ങൾ, എത്ര വിഭാഗങ്ങളായിട്ടാണ് അവർ തിരിച്ചറിയുക, കാറ്റഗറി എങ്ങനെയാണ് എന്നുള്ളത് എഴുതുക. അടുത്തത് ലിസ്റ്റ് ഔട്ട് എനി 3 കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഏതെങ്കിലും ഒരു 3 കാരണങ്ങൾ വിശദമാക്കുക. ഡിസ്കസ് 3 ഡയമെൻഷണൽ അപ്രോച്ചസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടുവേർഡ്സ് ദ പോവർട്ടി എലിവേഷൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് 3 ഭാഗങ്ങളിൽ, 3 വിഭാഗങ്ങളാക്കിയിട്ട് 3 ഡയമെൻഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് പറയാം. എക്സ്പ്ലെയിൻ ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് പോവർട്ടി എലിവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അതേപോലെ തന്നെ വേജ് എംപ്ലോയ്മെൻറ്റ് പദ്ധതികളുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട് ഫോർ പോവർട്ടി എലിവേഷൻ, ദാരിദ്ര്യം ഇല്ലാതാക്കുന്നത്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 5 മാർക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ വേഗം ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും തിരികെ വരിക. അപ്പോൾ നമുക്ക് മാർക്ക് ഇടണം. അപ്പോൾ മാർക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ ആൻസർ ചെയ്തതിൽ മാർക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആൻസർ എഴുതിയ പേന മാറ്റി വയ്ക്കുക. പകരം മാർക്ക് ഇടുന്നതിന് വേണ്ടി ഒരു റെഡ് പെൻ എടുക്കുക. അതൊന്ന് സ്ക്രീനിലേക്ക് കാണിച്ച് എല്ലാവരും. നിങ്ങൾ മാർക്ക് ഇൻ കേസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ് പേന ഇല്ല എന്ന് വിചാരിക്കാം, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ എഴുതിയ പേന വെച്ച് മാർക്ക് ഇടരുത്, വേറൊരു പേന എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, റെഡ് പേനയാണ് വേണ്ടത്. ഇനി അതില്ലെങ്കിലത്തെ കാര്യം സാർ പറഞ്ഞു കേട്ടോ. ഒരിക്കലും എഴുതിയ പേന വെച്ച് മാർക്ക് ഇടരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറാണ്. അപ്പോൾ എല്ലാവരും നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹെ എസ്റ്റാബ്ലിഷ് ദ പോവർട്ടി ലൈൻ ഓൺ ദ ബേസ് ഓഫ് ജയിൽ കോസ്റ്റ് ലിവിങ് അല്ലേ? അതിൻ്റെ ആൻസർ ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഓക്കെ, ഇനി അടുത്തത് ദ മിനിമം കാലറി ഇൻടേക്ക് പെർ പേഴ്സൺ പെർ ഡേ മോർ ദാൻ ദ റൂറൽ ഏരിയാസ് ദാൻ ദ അർബൻ ഏരിയ. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആൻസറാണ്. അതും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരൊറ്റ സെൻറ്റൻസിൽ അത് എഴുതാം. മിനിമം കാലറി ഇൻടേക്ക് ഈസ് മോർ റൂറൽ ഏരിയ ദാൻ ദ അർബൻ ഏരിയസ് ബിക്കോസ് റൂറൽ പീപ്പിൾ ആർ എൻഗേജ്ഡ് മോർ ഇൻ ഹെവി വർക്ക്സ്. അതാണ്, കാഠിന്യമേറിയ തൊഴിലുകൾ കൂടുതലും ചെയ്യുന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളാണ്, കൃഷിയും അല്ലെങ്കിൽ മറ്റു ജോലികളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? മെൻഷൻ ദ കാറ്റഗറീസ് ഓഫ് പുവർ അല്ലേ? അത് മൂന്നാമത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് അറിയാലോ, ഓൾവേസ് പുവർ, യൂഷ്വൽ പുവർ, ചേണിങ് പുവർ, ഒക്കേഷണലി പുവർ ആൻഡ് നെവർ പുവർ. ഇതാണ്. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇതിനടുത്തത് ഇന്ത്യയുടെ പോവർട്ടിക്ക് കാരണമായിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് 3 മാർക്കാണ്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള കോസ് ഓഫ് പോവർട്ടി എന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ആൻസർ ഞാനിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊരു 3 കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്ന് കൊളോണിയൽ റൂളായിരുന്നു, ബ്രിട്ടീഷ് ഭരണം നമുക്ക് ദാരിദ്ര്യമുണ്ടാക്കി. പിന്നെ ലോ ഇൻകം, വളരെ കുറഞ്ഞ വരുമാനമാണ് ഇന്ത്യക്കാർക്കുള്ളത്. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയുണ്ട്. ലാക്ക് ഓഫ് അസറ്റ്, സമ്പാദ്യമില്ലായ്മയുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് എഴുതാം. ഓക്കെ, 3 എഴുതാം. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ 3 ഡയമെൻഷണൽ അപ്രോച്ച് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ.
അത് 3 ഡയമെൻഷണൽ അപ്രോച്ചസ് ആണ് ചോദിച്ചിട്ടുള്ളത് 5ാമത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിൽ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഏതൊക്കെയാണത്? ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, പിന്നെ എന്താണ് പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്. ഇത് 3ആണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് അതിന് ഓരോന്നും നിങ്ങൾ ചെറുതായിട്ടെങ്കിലും വിശദീകരിക്കണം. ഒറ്റ സെൻറ്റൻസിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് വിശദീകരിക്കുക. ഓക്കെ. അപ്പോൾ എന്താണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്നുള്ളത്? നിങ്ങൾക്ക് അക്കോർഡിംഗ് ടു ദിസ് തിയറി ഇന്ത്യ ബിലീവ് ദാറ്റ് ദ ബിലീഫ് ഓഫ് എക്കണോമിക് benefits of economic growth would trickle down to the poor people and hence reduce the poverty. ഇതാണ് പറയുന്നത്. ഒരൊറ്റ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. 2ാമത്തെ സെൻറ്റൻസാണ് കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ട് വരുന്നത്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഇറ്റ് മീൻ ദാറ്റ് poor have to be pulled up above the poverty line എന്നാണ്. ഓക്കെ. അപ്പോൾ അതാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷനിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അതും 2ാമത്തെ സെൻറ്റൻസ് നോക്കുക. ഇറ്റ് എയിംസ് ടു ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പുവർ ത്രൂ ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഏരിയാസ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിങ്. ഓക്കെ. അതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ അതേപോലെ തന്നെ വേജ് എംപ്ലോയിഡ് പ്രോഗ്രാംസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ പ്രോഗ്രാംസ് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. 5 പ്രോഗ്രാമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ അവിടെ 5 പ്രോഗ്രാം എഴുതുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 5 പ്രോഗ്രാം എഴുതിയാൽ അതിനെക്കുറിച്ചൊരു ചെറിയൊരു സെൻറ്റൻസിലെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരെണ്ണം പറയാം, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, PMRY. അപ്പോൾ അതെന്താണ്? അണ്ടർ PMRY എഡ്യൂക്കേറ്റഡ് എംപ്ലോയീസ് പേഴ്സൺസ് ഫ്രം ലോ ഇൻകം ഫാമിലീസ് ആർ ഗിവൻ ടു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നെഹ്റു റോസ്ഗാർ യോജന, ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ദ ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് അല്ലേ. അതാണ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെ സ്വർണ ജയന്തി ഗ്രാം റോസ്ഗാർ യോജന അണ്ടർ ദ SGSY ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഗിവൻ ടു ദ ഫാമിലീസ് ബിലോ ദ പോവർട്ടി ലൈൻ. റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻസ് പ്രോഗ്രാംസ് REGP, അണ്ടർ REGP employed person in rural areas and small towns are given back to the loan to start self-employment എന്നാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയും. അത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പഴയ പേരായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തവണ നിങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ പുതിയ പേരുകളും കൂടെ ഒന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം കേട്ടോ. പഴയത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുതിയതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അണ്ടർ MGNR EGP guaranteed wage employment is given for 100 days എന്നാണ്. ഓക്കെ. അപ്പോൾ ഇത് ഒറ്റ സെൻറ്റൻസിലായിരിക്കും. നിങ്ങൾ എക്സ്പ്ലനേഷൻ വലിയ പ്രയോറിറ്റി അവിടെ വരുന്നില്ലെങ്കിൽ പോലും ഒറ്റ സെൻറ്റൻസിലെങ്കിലും നിങ്ങളത് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷേ ഈ സ്കീമുകൾ, ഈ വേജ് സ്കീമുകൾ ഇതേപോലെ തന്നെ പേര് കറക്റ്റ് വരികയും വേണം. കറക്റ്റ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മാർക്ക് ഇടാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വേഗം മാർക്ക് ടോട്ടൽ ചെയ്യുക, അവിടെ പാരൻറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. വീണ്ടും നല്ല ക്ലാരിറ്റിയിലൊരു ഫോട്ടോ എടുക്കുക. 2 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് മാർക്ക് അയക്കുന്ന നമ്പറിൽ അയച്ചു കൊടുക്കുക, മറ്റൊന്ന് ലിങ്കിൽ കയറി നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുക. വേഗം ആയിക്കോട്ടെ കേട്ടോ.